മലപ്പുറം പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. താഴേക്കാട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഒട്ടും സന്തോഷകരമായ ഒരു വാർത്തയല്ല ഇന്നും കേൾക്കാനിടയായിട്ടുള്ളത്. മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ, അതും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായി. ഇന്ന് SSLC പരീക്ഷ നടക്കുന്ന ദിവസമായിരുന്നു. ഫിസിക്സിൻ്റെ എക്സാം ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ എക്സാമിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂട്ടം കൂടി ഗ്യാങ്ങായിട്ട് എന്തോ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം അങ്ങനെ എന്തോ സംതിങ് ചേർന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാളുകളായിട്ട് വഴക്കുണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. ഇന്ന് അവർ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായി. തല്ലിൽ 3 പേർക്ക് കുത്തേറ്റ് അതിൽ 2 പേരുടെ നില ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പം അത്രയ്ക്ക് നല്ലൊരു വാർത്തയല്ല നമ്മളിന്ന് കേട്ടിരിക്കുന്നത്. ഈ 2K കിഡ്സിൻ്റെ അടുത്ത ഒരു ഭയാനകമായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ പിള്ളേരുടെ കയ്യിൽ കുത്താൻ മാത്രം കത്തിയോ ആയുധങ്ങളോ പോട്ടെ അങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അതുകൊണ്ടാണോ അവർ സ്കൂളിൽ വരുന്നത്? രണ്ടാമത്തെ കാര്യം, ഇവർ വല്ല കോമ്പസോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാവാം കുത്തിയത്. ചിലപ്പോൾ അവർ കത്തി കയ്യിൽ കരുതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോമ്പസ് പോലെ എന്തെങ്കിലും ഉപയോഗിച്ച് മൂർച്ചയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് കുത്തിയതും ആവാം. അപ്പം അതിൻ്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല, കാരണം ടീച്ചർമാർക്കും അത് വ്യക്തമായിട്ടില്ല എന്നാണ് പറയാൻ സാധിച്ചത്. പക്ഷെ ഇത്രയും വലിയ ആഴത്തിലുള്ള ഗുരുതരമായി പരിക്കേറ്റ് മുതുകിലൊക്കെ കുത്തിയേറ്റിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മാരകമായിട്ടുള്ള സാധനം കത്തി തന്നെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പറയാൻ പറ്റില്ല. എക്സാമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കോമ്പസും ആവാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തോ ആട്ടെ, അതെന്തായാലും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആയുധം കൊണ്ടാണ് അവരവിടെ സ്കൂളിൽ വന്നിരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ കിഡ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. 10ാം ക്ലാസ് ആയവരെ നമ്മൾ ശരിക്കും പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ന്യൂസാണ്. അപ്പോൾ അവരുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടെ കൂടെ വീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഡെയിലി കേൾക്കുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാം കേൾക്കുന്നത് 10ാം ക്ലാസ്, +2, 13, 12, 14, 20 പ്രായത്തിനുള്ളിലുള്ള കുട്ടികളുടെ കുറേ ക്രൂരകൃത്യങ്ങളും കുറേ വയലൻസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനറേഷനിലുള്ളവരിൽ ഇത്രയും വയലൻസും ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള കാര്യം നമ്മൾ വളരെ ഗുരുതരമായിട്ട് തന്നെ അത് നോക്കേണ്ടതായിട്ട് മാറിയിരിക്കുക. അപ്പം ഇപ്പം ഈ അടുത്തിടയ്ക്ക് നമ്മൾ അറിഞ്ഞത് ഷഹനവാസിൻ്റെ മരണം നമ്മൾ അറിഞ്ഞതല്ലേ. കൂട്ടുകാർ തമ്മിലുള്ള അടിയിൽ കൊല ചെയ്യപ്പെട്ടത് തന്നെയാണ് ആ കുട്ടി. പക്ഷേ അവിടെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, ആ ഷഹനവാസിനെ മർദ്ദിച്ച കുട്ടികൾ, അവൻ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റാണ് മരിച്ചത്. അപ്പോൾ മർദ്ദിച്ച് മരണത്തിലേക്ക് വരെ തള്ളിയിടുന്ന അത്രയും ക്രൂരമായ മർദ്ദനം, ആയുധം കൊണ്ടുള്ള മർദ്ദനം, അങ്ങനെ മർദ്ദിച്ച ആ കുട്ടികൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിച്ചത്? ഈ പറയുന്ന കുട്ടികൾ 12, 14, ഒരു 18 വയസ്സിൽ താഴെയാണെങ്കിൽ, ഇവർക്ക് എത്ര കേജിൽ കാണുള്ളൂ? 13, 14, 15, ഓക്കെ പോട്ടെ, ഒരു 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവരെ ജുവനൈൽ ഹോമിൽ വിടുക. അങ്ങനത്തെ ചെറിയ ചെറിയ ശിക്ഷകളാണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഷഹനവാസിൻ്റെ കേസിൽ അവർക്ക് എന്ത് മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന് കിട്ടിയത്? അപ്പോൾ അവർ ഈ കുട്ടി മരിച്ചിട്ട് പോലും ഈ കൊലയാളികളായിട്ടുള്ള കുട്ടികളെ എക്സാം എഴുതിച്ചു. ഒന്ന് ഓർത്ത് നോക്കണം. നമ്മളത് കുറേ പേര് പ്രൊട്ടക്റ്റ് ചെയ്യും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഹ്യൂമൻ റൈറ്റ് ആണെന്നും പറഞ്ഞാണ് മറുവിഭാഗം അത് ന്യായീകരിച്ചത്. കാരണം ആ പിള്ളേർക്ക് എക്സാം എഴുതണം, അവരുടെ ഒരു അവകാശമാണെന്നും പറഞ്ഞാണ്. എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാളെ കൊന്നു, ആ ചെയ്യപ്പെട്ട കുട്ടിയില്ലേ, മരിച്ചുപോയ കുട്ടിക്ക് ഇല്ലായിരുന്നു അവകാശങ്ങൾ. ആ അവകാശത്തെ ചോദ്യം ചെയ്ത് ആ അവകാശങ്ങളെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുക ചെയ്തത്. ആ കൊലയാളികൾക്ക് എക്സാം എഴുതാനുള്ള അവകാശം അത് ഒരിക്കലും അനുവദിച്ചുകൂടാൻ പാടില്ലാത്തതായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ നടന്നു, നമ്മുടെ നാട്ടിൽ നടക്കും അത്. ഇനി കൂടി വന്ന് അവർ കുറച്ച് നാൾ ആ ജുവനൈൽ ഹോമിൽ പോയി 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുറച്ച് നാളുകൾക്കുള്ള അവർ പുറത്തിറക്കും. പക്ഷെ അവർ കൊലയാളികളാണ്. ഒന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ സമൂഹത്തിന് നമ്മൾ കൊടുത്ത ഒരു മെസ്സേജാണ്. ഈ 18 വയസ്സ് താഴെയുള്ള പിള്ളേരാണെങ്കിലും എത്ര ഏജുള്ളവരാണെങ്കിലും നൈസായിട്ട് എന്ത് ചെയ്താലും നമ്മളെ വലിയ കാര്യമായിട്ടൊന്നും ശിക്ഷിക്കില്ല എന്നൊരു കോൺഫിഡൻസ് അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് മെയിനായിട്ട് ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തുടരാനുള്ള കാരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, വേറൊരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കൂളുകളിൽ ടീച്ചർ നമ്മൾ അടിച്ച് വളർത്തിക്കൊണ്ടിരുന്നത്.
അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കൾ മക്കളെ അതുപോലെ ശാസിച്ചും തല്ലിയൊക്കെ തന്നെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പം എല്ലായിടത്തും 1-2 കുട്ടികൾ എല്ലാ വീട്ടുകളിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ ലാളിച്ച് പുന്നാരിച്ച് നമുക്ക് കിട്ടാത്ത പരിഗണന, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് ഓവറായിട്ട് അവരെ നമ്മൾ ലാളിച്ച് കൊണ്ട് നടക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഒരു ടീച്ചറങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നാളെ അവിടെ പേരൻസ് എത്തും. എന്തിനാ എൻ്റെ കുട്ടിയെ തല്ലിയെന്ന് ചോദിച്ചാൽ അവിടെ പേരൻസ് എത്തും. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കളല്ലേ ഒരു പരിധി വരെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലോട്ട് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ചെറിയ രീതിയിലുള്ള ഒരു വഴക്കോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു തോൽവി പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റാത്ത ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ വയലൻസാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞു തിരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലോട്ട് കുട്ടി പോവാതിരിക്കാനോ ഒരുപാട് പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മാതാപിതാക്കളും ഈ ഗുരുക്കന്മാരും ടീച്ചേഴ്സും. അപ്പോൾ ഈ ടീച്ചേഴ്സിന് ഉള്ള ഡ്യൂട്ടി ഒരു പരിധി വരെ നമ്മൾ തടയിട്ട് വെച്ചേക്കുക. അവർ തല്ലി അടിച്ച് തന്നെ പഠിപ്പിക്കണം ഓരോ കാര്യങ്ങൾ. തെറ്റ് ചെയ്ത് ശിക്ഷിച്ച് തന്നെ പഠിപ്പിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭയക്കുമായിരുന്നു, ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ അടിക്കുമോ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പേരൻസ് ഉണ്ട്, ഗുരുക്കന്മാരുണ്ട്, പോരാത്തതിന് നമ്മുടെ നിയമമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും കോൺഫിഡൻസ് അല്ലേ, എന്തും ചെയ്യാം എന്നൊരു ധൈര്യം വന്നില്ലേ. അപ്പം അതും ഒരു കാരണമായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അമിതമായിട്ടുള്ള ഫോൺ യൂസും ഈ പറയുന്ന വയലൻസ് കണ്ടിട്ടുള്ള ഒരു വളർച്ചയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടാകുന്നത്. അപ്പോൾ അതവർ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോർമലൈസ് ആയിക്കൊണ്ട് അവർക്കത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. സിനിമകളിൽ കാണുന്നു വയലൻസ്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഫോണാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഒരു 90s-ലോ 80s-ലോ ഉള്ള കിഡ്സൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളൊന്നും ഇത്രയും ഫോൺ യൂസ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ വയലൻസും അല്ലെങ്കിൽ ഈ ഓരോരോ വീഡിയോകളും നമ്മളെ സ്വാധീനിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഇതും ഈ നമ്മുടെ ഫോൺ യൂസ്, അമിതമായിട്ടുള്ള ഫോൺ യൂസ് ഇതിനൊരു കാരണമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനൊരു തിരുത്തൽ വരാതെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കുറയാൻ പോകുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ഈ നിയമം മാറണം. നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ പേരൻറ്റിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം. ഇനിയുള്ള ജനറേഷൻസിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള 2K കിഡ്സിലാണെങ്കിലും ഇനിയാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അവബോധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും ഇതിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ വലിയൊരു നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും ഒരു ഭയമില്ലാതെ വയലൻസ് മാത്രം ചെയ്ത് ശീലിക്കുന്ന ഒരു ജനറേഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ തന്നെ ഇതിന് വേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ വരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.